നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലിനജലം ഒഴുക്കിയതിനെ തുടർന്ന് വൻതോതിൽ പുഴ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയ സംഭവത്തിൽ പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. ഹാഷിഷ് ഓയിലുമായി വധശ്രമ കേസിലെ പ്രതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുഞ്ഞു ചുവടുകൾക്ക് സ്നേഹസ്വീകരണം. സ്കൂളുകളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. വാർത്തകൾ വിശദമായി. കനോലി കനാലിലേക്ക് ബണ്ടുകൾ പൊട്ടിച്ച് മലിനജലം ഒഴുക്കിയതിനെ തുടർന്ന് വൻതോതിൽ പുഴ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയ സംഭവത്തിൽ സംയുക്ത പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. ഫിഷറീസ്, അഗ്രികൾച്ചർ, മലിനീകരണ നിയന്ത്രണ ബോർഡ്, കുഫോസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ സംയുക്തമായ സംഭവം പരിശോധിക്കുവാനാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ബണ്ട് പൊട്ടിക്കലിൽ മലിനജലം ഒഴുകി കനോലി കനാലിലെ കൂടുകർഷകർക്കുണ്ടായ വൻ നഷ്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഫിഷറീസ് അധികൃതർ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണ് കളക്ടറുടെ നടപടി. മാലിന്യം ഒഴുകിയെത്തുന്നതോടെ കൂടുകൃഷി പോലെയുള്ള മത്സ്യകൃഷിയിലെ മത്സ്യങ്ങൾ കൂട്ടുകുരുതിക്ക് ഇരയാകുന്നതിന് പുറമെ പുഴയിലെ മത്സ്യങ്ങളും ചത്തൊടുങ്ങുകയാണ്. ഇതാകട്ടെ പുഴയിൽ അന്നം തേടുന്ന മറ്റ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കും തിരിച്ചടിയാവുകയാണ്. കനത്ത മാലിന്യത്തിൽ പുഴവെള്ളത്തിൽ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറയുന്നതാണ് മത്സ്യങ്ങൾ ചത്തുപൊന്തുന്നതിന് കാരണമാകുന്നതെന്നാണ് പ്രാഥമിക നിഗമനം. 18 ലക്ഷത്തിലേറെ രൂപയുടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയതായാണ് അധികൃതരുടെ പ്രാഥമിക കണക്ക്. കൂടുകർഷകരുടെ മാത്രം നഷ്ടമാണിത്. കൂടുകൾക്കുള്ളിൽ വളരുന്നതിനാൽ ഇത് ഉദ്യോഗസ്ഥർക്ക് കണക്കാക്കാനായി. കനോലി കനാലിലെ മതിലകം, പെരിഞ്ഞനം, ശ്രീനാരായണപുരം, വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് അതിർത്തിക്കുള്ളിലെ 14ഓളം കൂട് കൃഷി മത്സ്യങ്ങളാണ് നശിച്ചത്. കനോലി കനാലിൽ മലിനജലം കലർന്ന് വൻതോതിൽ മത്സ്യകൃഷി നശിച്ചതും കൂട് കർഷകരുടെ കണ്ണീരും നേരിട്ട് അനുഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സീമയുടെ നേതൃത്വത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കി മേലധികാരി മുഖേന കളക്ടർക്ക് സമർപ്പിച്ചത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതുണ്ടെന്നും അതിനായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് പൊതുസമിതി രൂപവൽക്കരിക്കുകയാണ് ലക്ഷ്യമെന്നും അവർ പറഞ്ഞു. ഹാഷിഷ് ഓയിലുമായി വധശ്രമ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് തിരുവഴഞ്ചേരി സ്വദേശി കുന്തറ വീട്ടിൽ രാഹുലാണ് പിടിയിലായത്. ശനിയാഴ്ച രാത്രി വലപ്പാട് തിരുവഴഞ്ചേരിയിൽ വെച്ചാണ് പ്രതിയെ ഹാഷിഷ് ഓയിലുമായി പിടികൂടിയത്. രാഹുൽ വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ച 2 കേസുകളിലും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കേസിലും അടക്കം 4 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഖത്തറിലുള്ള വാടനപ്പള്ളി നിവാസികളുടെ കൂട്ടായ്മയായ വാടനപ്പള്ളി പ്രവാസി സെക്കുലർ അസോസിയേഷൻ പെരുന്നാൾ മുഹബത്ത് ഈദ് സംഗമം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ മൈലാഞ്ചി മത്സരവും നടന്നു. നിഹാല പർവീൻ 1ാം സ്ഥാനവും ഇച്ചു ആഷിഫ്, അലീഷ അർജുൻ തുടങ്ങിയവർ 2ഉം 3ഉം സ്ഥാനവും കരസ്ഥമാക്കി. കുട്ടികളുടെ ഒപ്പന, നൃത്താവിഷ്കാരങ്ങൾ, വാപ്സ ടീമിന്റെ ഗാനമേള എന്നിവ ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ക്രിക്കറ്റ് മത്സരത്തിനായുള്ള ജേഴ്സി പ്രകാശനവും ചടങ്ങിൽ നടന്നു. മെയ് 28-ന് ആരംഭിച്ച സ്പോർട്സ് മീറ്റ് ജൂൺ 12-ന് സമാപിക്കും. ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിന്റൺ, ചെസ്, ക്യാരംസ് തുടങ്ങിയ വിവിധ കായിക ഇനങ്ങളിലെ മത്സരങ്ങൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പ്രസിഡന്റ് KV പ്രേംജിത്ത് അധ്യക്ഷത വഹിച്ചു. വാപ്സ ജനറൽ സെക്രട്ടറി ജലാൽ ഐനിക്കൽ, മനാഫ് ഐനിക്കൽ, ഷാജി AA, PD ജോർജ്, PSM ഹുസൈൻ, അബ്ദുറസാഖ്, സനീഷ് വത്സൻ, ഷെഫീർ വാടനപ്പള്ളി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശാനുസരണം ബാലവേദി കുട്ടികൾക്കായി നടത്തിയ വായനകളരി മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ലുബ്ന ജിനൂബ അധ്യക്ഷത വഹിച്ചു. പുസ്തകാസ്വാദനം, കഥ, കവിത രചന, ആലാപനം, ചിത്രരചന, വായന, തിയേറ്റർ, നാടക, ശില്പശാല, ബാലോത്സവം, ലഘുയാത്ര, കയ്യെഴുത്ത് മാസിക നിർമ്മാണം എന്നീ പരിപാടികൾ നടന്നു. ബാപ്പു വലപ്പാട് രചിച്ച 10 പുസ്തകങ്ങൾ വായനശാലയ്ക്ക് കൈമാറി. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റ് തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം R പത്മിനി ടീച്ചർ ലൈബ്രറി പ്രസിഡന്റ് ശ്രീ ദേവദാസിന് നൽകി. നാരായണി ടീച്ചറുടെ ഓർമ്മയ്ക്കായി മകൾ ലൈന പ്രസാദ് വായനശാലയ്ക്ക് നൽകിയ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എൻസൈക്ലോപീഡിയയുടെ 24 വാല്യങ്ങൾ യോഗത്തിൽ വെച്ച് സ്വീകരിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ദേവി പ്രസാദ്, ഷാഹിന ടീച്ചർ, ജയേഷ്, സുഗതൻ എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ ഇന്ന് കുട്ടികൾ കൂടുതൽ സമയം ഈ മൊബൈൽ കളിച്ചും മറ്റൊക്കെ സമയം കളയുമ്പോൾ
ഒന്ന് ഓർക്കണം, ഭാവിയിൽ നമുക്കൊക്കെ ഓരോരുത്തർക്കും കുട്ടികളാണെങ്കിലും ആർക്കാണെങ്കിലും ലക്ഷ്യങ്ങളുണ്ട് ജീവിതത്തിൽ. ആ ലക്ഷ്യങ്ങൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ വായന ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ അതിലേക്ക് വേണ്ടി ശ്രദ്ധ കൊടുക്കണം. വായിച്ചു വളർന്നാലേ നമ്മുടെ ലക്ഷ്യത്തിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് വായനയിലൂടെ നിങ്ങളെല്ലാവരും ലൈബ്രറിയിലുള്ള പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയും ആ വായനയ്ക്ക് പ്രായപരിധികളില്ല. നമ്മുടെ പാരൻസിന്, മാതാപിതാക്കൾക്ക് അവർക്കും വായിച്ച് വായനയിലൂടെ മക്കളെയും വായനയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന വായനകളരി ക്യാമ്പ് സമാപിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ എ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. വായനകളരി കോർഡിനേറ്റർ പി കെ സുധർമ്മൻ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല മുഖ്യ രക്ഷാധികാരി ധനഞ്ജയൻ കെ മച്ചിങ്ങൽ കയ്യെഴുത്തു മാസികയുടെ പ്രകാശനം ഗ്രന്ഥശാല പ്രസിഡന്റ് പി വിനോദിന് നൽകി നിർവഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ അമ്പിളി ശിവപ്രസാദ് മുഖ്യ അതിഥിയായിരുന്നു. ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള പഠന കിറ്റ് വിതരണം ധനഞ്ജയൻ കെ മച്ചിങ്ങൽ, കെ വിശ്വംഭരൻ എന്നിവർ നിർവഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി പി വി ദിലീപ് കുമാർ, വനിതാവേദി സെക്രട്ടറി കെ നസീമ, ഗീതാ ദിലീപ്, പി കെ സുബ്രഹ്മണ്യൻ, ധന്യ രഞ്ജിത്ത്, എം ബി സ്കന്ദരാജ്, എം കെ സുധർമ്മൻ, വി കെ മാധവൻ, ടി കെ ഹരിദാസ്, കുമാരി സ്വപ്ന കെ ഡി, വി ബി രാജേഷ് എന്നിവർ സംസാരിച്ചു. നമ്മളെല്ലാ കുട്ടികളെയും വായനയിലേക്കും മലയാള ഭാഷയിലേക്കും ഒരു തിരിച്ചു നടത്തം എന്ന നിലയിൽ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ലൈബ്രറി കൗൺസിൽ തീരുമാനിച്ചു. വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ താലൂക്കിലായാലും ജില്ലയിലായാലും സംസ്ഥാനത്തായാലും ബാലവേദിയുടെ സംഘാടനത്തിലൂടെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ വ്യത്യസ്തങ്ങളായ സർഗവാസനകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ലൈബ്രറിയിലേക്ക് കുട്ടികളെ എത്തിക്കുക, വായനയിലേക്ക് കുട്ടികളെ എത്തിക്കുക, മലയാള കുട്ടികൾ ഫ്ലുവൻ്റായി സംസാരിക്കാനും എഴുതാനും പറ്റാവുന്ന നിലയിൽ കുട്ടികളെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യമൊക്കെ തന്നെ നമ്മുടെ ഈ ബാലവേദിയുടെ ഈ വായനാക്കളരി എന്ന പരിപാടിക്ക് ഉണ്ട്. ആഗോള പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പൊതുയോഗവും സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർ PA ഷഹർബാനു യോഗം ഉദ്ഘാടനം ചെയ്തു. സൈക്കിൾ റാലി വികാരി ഫാദർ ജെൻസ് തട്ടിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. തൃശൂർ അതിരൂപത മുൻ പ്രസിഡന്റ് ജോസ് ആലപ്പാട്ട് പുകയില വിരുദ്ധ സന്ദേശം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് സിബി ഡേവിസ്, അജീഷ് ജോർജ്, ഫ്രാൻസിസ് വാഴപ്പള്ളി, CJ സെബാസ്റ്റ്യൻ, ഷീന ജോസ്, ഫിലോ ബോബൻ എന്നിവർ നേതൃത്വം നൽകി. പുത്തൻപീടിക സെയിന്റ് ആന്റണീസ് പള്ളി ഡമാസ്കസ് കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ വണക്കമാസം കാലം ഭക്തിനിർഭരമായി സംഘടിപ്പിച്ചു. മാതാവിന് പൂവ് സമർപ്പിക്കാനും കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേർന്നും പാച്ചോറ് നേർച്ച വിതരണം ചെയ്തും കുടുംബനാഥയെ പൂച്ചെണ്ട് നൽകി ആദരിച്ചും വർണ്ണമഴയോടുകൂടി വണക്കമാസം കാലം കൂടുതൽ സമുചിതമായി ആഘോഷിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷൻ ഒപ്പം പദ്ധതി പ്രകാരം തണൽക്കൂട്ടം പ്രവാസി സൗഹൃദ കൂട്ടായ്മ നാട്ടികയുടെ സഹകരണത്തോടെ വാർഡ് 7-10 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടത്തി. ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് പ്രിൻസിപ്പാൾ സേവ്യാഭിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷൻ മെമ്പർ അജ്മൽ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിത ത്രിദീപ് കുമാർ, അനിൽ കരുവത്തിൽ, കരയാമുട്ടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് KH കബീർ, തണൽ പ്രവാസി കൂട്ടായ്മ ഭാരവാഹികളായ നൌഷാദ് പണിക്കാവീട്ടിൽ, ബദറുദ്ദീൻ നാട്ടിക എന്നിവർ സംസാരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് എടമുട്ടം ഡിവിഷനിലെ 7, 9, 10, 11, 12, 13 വാർഡുകളിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠന സഹായത്തിനായി ഒപ്പം പദ്ധതി പ്രകാരം നോട്ട്ബുക്ക് വിതരണം പല ഘട്ടങ്ങളിലായി പൂർത്തിയായതായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജ്മൽ ഷെരീഫ് പറഞ്ഞു. പ്രവർത്തിക്കുമ്പോൾ എന്ത് വൈകല്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പോരായ്മയാണ് ആ കുട്ടിക്കുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അടുത്തുള്ളതായ ഡോക്ടറെയോ വേണ്ടി വന്നാൽ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായും അതിനുള്ളതായ പരിഹാരം ചെറുപ്പത്തിലേ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല ഒരു ചെടി നമ്മൾ നടുമ്പോൾ ആ ഒരു നല്ല കർഷകനാണെങ്കിൽ പലരും കർഷകർ തന്നെയാണ്. ആ ചെടി നടുമ്പോൾ അത് വളർന്നു വരുമ്പോൾ നമ്മൾ അതൊരു ആനന്ദത്തോട് കാണാറുണ്ട്. അതിന് വേണ്ടതായ വെള്ളവും വളവും ഒക്കെ നമ്മൾ പ്രദാനം ചെയ്യുമ്പോൾ. ഇടവേള. 9ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം 2026 കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ SSLC +2 എല്ലാ സിലബസുകളിലെയും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നൽകി.
അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങളുടെ അടുത്തുള്ള കേരള വിഷൻ ഓപ്പറേറ്ററുമായി ബന്ധപ്പെടുക. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745 782120 0487 240 2020. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു, അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. സേവാഭാരതി വലപ്പാട് യൂണിറ്റ് K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും ദേശീയ സേവാഭാരതിയുടെയും സഹകരണത്തോടെ എടമുട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപം ആരംഭിച്ച സാന്ത്വന സ്പർശം റീഹാബിലിറ്റേഷൻ തെറാപ്പി സെന്റർ ആരംഭിച്ചു. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ മെമ്പർ ഈശ്വർ T രമണി ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് സുധീർദാസ് തായങ്കോട്ട അധ്യക്ഷനായി. മാഫിൽ അസറ്റ് MD പ്രസന്നൻ വാഴൂർ, ദേശീയ സേവാഭാരതി സംസ്ഥാന സംഘടനാ സെക്രട്ടറി ശ്രീ KV രാജീവ് എന്നിവർ മുഖ്യാതിഥികളായി. ദേശീയ സേവാഭാരതി കേരള സംസ്ഥാന കമ്മിറ്റി അംഗവും സാന്ത്വനം പ്രൊജക്ട് കൺവീനറുമായ P സതീഷ് പദ്ധതി വിശദീകരണം നടത്തി. യൂണിറ്റ് സേവന പ്രവർത്തന പ്രചരണാർത്ഥം പുറത്തിറക്കുന്ന ലഘുലേഖ ഡോക്ടർ PK ഗോപാലകൃഷ്ണൻ ഏറ്റുവാങ്ങി. ജില്ലാ ട്രഷറർ നോഫ് ടീച്ചർ, ദേശീയ സേവാഭാരതി രക്ഷാധികാരി അഡ്വക്കേറ്റ് ആനന്ദവല്ലി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ CB രാമദേവൻ, ഡോക്ടർ ഋഷിൻ സുമൻ, ശ്രീ ഭദ്രാചല ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അതുല്യഘോഷ് വെട്ടിയാട്ടിൽ, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ രശ്മി ഷിജോ, യൂണിറ്റ് സെക്രട്ടറി ഷിജോ ആര്യമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഇതാണ് ഒരു തിയറി പഠിച്ച് മെഡിക്കൽ സയൻസ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമൂഹത്തിൻ്റെ അവസ്ഥ നമ്മിലേക്ക് ഒരു
കണ്ണാടി പോലെ കാണിച്ചു തരുന്ന ഒരു നിമിഷമായിരുന്നു. ഇത് ഏകദേശം ഒരു 15-20 വർഷം മുൻപ് സംഭവിച്ചതാണ്. അപ്പോൾ അതിന് ശേഷമാണ് പാലക്കാടിലെ സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ വർഷാവർഷം അറ്റ്ലീസ്റ്റ് 2 പരിപാടികൾ ഡോക്ടർ ശ്രീരാം ശങ്കർ എല്ലാം ഉൾപ്പെടെയുള്ള ടീം നയിച്ച 2 പരിപാടികളെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് നടത്തി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫുള്ളായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല എന്ന പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് വന്ന ഇത്രയും അധികം സെൻ്ററുകൾ സേവാഭാരതി തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു ബേസിക് കണക്കെടുത്തതിൽ പാലക്കാട് പഞ്ചായത്തിൽ ടൗണിലും ചുറ്റുമുള്ള പഞ്ചായത്തുകളിൽ മാത്രം 1000 കുട്ടികളിൽ നേരെ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ്. എൻ്റെ തന്നെ പേഷ്യൻസ് ഉണ്ട്. ഈ വർഷത്തെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നാട്ടിക പഞ്ചായത്ത് വാർഡ് 11 വിദ്യാർത്ഥികളെ ആദരിച്ചു. മുൻ KPCC മെമ്പറും NES ചെയർമാനുമായ ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ഷെരീഫ് പാണ്ഡികശാല അധ്യക്ഷനായി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു മുഖ്യപ്രഭാഷണം നടത്തി. അംബിക രാമചന്ദ്രൻ, അനഘാദാസ് എന്നിവർ സംസാരിച്ചു. പക്ഷേ അതിൽ എനിക്ക് വ്യക്തമായൊരു അഭിപ്രായമുള്ളത്, ഇവരൊക്കെ പഠിച്ച് വായിച്ച് മിടുക്കരായവരാണ്. ഇനിയും വായിച്ച് ഇവർ മിടുക്കരായി വളർന്നു വരേണ്ട മക്കളായ ഇവർക്ക് അവർ അവാർഡായി നൽകേണ്ടത് പുസ്തകമാണ്. വായിക്കാനുള്ള പുസ്തകമാണ് മക്കൾക്ക് അവാർഡായി നൽകേണ്ടത്. ഇത് പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ബുക്ക്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ രീതികൾ, സ്വഭാവ രീതികൾ എല്ലാം തന്നെ സംക്ഷിപ്തമായി ഉൾക്കൊണ്ടിട്ടുള്ള പുസ്തകമാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഡിവൈഎഫ്ഐ നവദർശന യൂണിറ്റ് വലപ്പാട് ബീച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണങ്ങളുടെ വിതരണവും നടന്നു. നാട്ടിക ബ്ലോക്ക് ട്രഷറർ ജ്യോത്സ്ന ശക്തിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മൽ തോമസ്, KK രമേശ്, VS സൂരജ്, ജയഭാരതി ഭാസ്കരൻ, ഷൈനി ഷാജി എന്നിവർ പങ്കെടുത്തു. ചെറുപ്പക്കാരെ ചേർത്ത് പഠിക്കണം. നന്നായി പഠിക്കുന്ന മക്കളെ അനുമോദിക്കണം. പഠിക്കാൻ കുറച്ച് മിടുക്ക് കുറഞ്ഞവരെ സഹായിക്കണം. പുസ്തകം വേണ്ടവർക്ക് പുസ്തകം കൊടുക്കണം. നമ്മുടെ നാട്ടിൽ രക്തം ആവശ്യപ്പെട്ട് ആരെങ്കിലും ആശുപത്രികളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് രക്തം കൊടുക്കണം. വിശക്കുന്ന ആളുകൾക്ക് പൊതിച്ചോറ് കൊടുക്കണം. ഇങ്ങനെല്ലാം പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ ഈ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നു. ഈ സാമൂഹിക പ്രതിബദ്ധത എന്ന ആശയത്തെ കുറച്ചുകൂടി വിപുലമായി എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കേവലം കുറച്ച് ട്രോഫി കൊടുക്കുന്ന ഒരു പരിപാടിയായി നിങ്ങൾ കാണേണ്ടതേയില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കാൻ, നമ്മുടെ നാട്ടിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ, നന്നായി പഠിക്കാൻ ശേഷിയുള്ള വിദ്യാർത്ഥികളുടെ വിജയം നമ്മുടെ കൂടി വിജയമാണ്. തളിക്കുളം പബ്ലിക് ലൈബ്രറിയിൽ വായനക്കളരിക്ക് സമാപനം കുറിച്ചു. സമാപന സമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ റിട്ടയർഡ് കേണൽ ജയവർദ്ധനൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെക്കുറിച്ചും സൈനിക ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ചും കുട്ടികളുമായി സംവദിച്ചു. നല്ല വാക്കുകൾ നല്ല ശീലങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി JCI ട്രെയിനർ കുന്നത്ത് മനോജ് ക്ലാസ് എടുത്തു. വാസൻ കോഴിപ്പറമ്പിൽ, N മദനമോഹനൻ, ഗീതാ വിനോദൻ, TU സുഭാഷ് ചന്ദ്രൻ, വാസൻ AK, സുരേഷ് പണിക്കശ്ശേരി, സുനിൽ KJ, ധന്യ സുരേഷ്, ഷിൽജ ദീപുരാജ് എന്നിവർ സംസാരിച്ചു.
നാട്ടിക വെള്ളാഞ്ചേരി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ കലശവും പ്രതിഷ്ഠാദിന മഹോത്സവവും ആഘോഷിച്ചു. മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, താലവാദ്യ നാമജപാഘോഷങ്ങളോടെ അഷ്ടബന്ധ നവീകരണ കലശം ശ്രീലകത്തേക്ക് എഴുന്നള്ളിപ്പ്, കലശാഭിഷേകം, ഉച്ചപൂജ, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് മുത്തപ്പൻ, വീരഭദ്രൻ, വിഷ്ണുമായ എന്നിവർക്ക് രൂപക്കളം, എഴുന്നള്ളിപ്പ്, ദീപാരാധന, അത്താഴ പൂജ, രാത്രി ദേവിക്ക് രൂപക്കളം, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പ്രകാശൻ ശാന്തി, ക്ഷേത്രം മേൽശാന്തി ജയേഷ് എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് ഭൂപേഷ് വെള്ളാഞ്ചേരി, സെക്രട്ടറി ഹരിലാൽ, ട്രഷറർ ഉല്ലാസ്, ഭാരവാഹികളായ ജിതേഷ് കുമാർ, മനോജ്, വിപിൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഒരിടവേള കൂടി. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. ഗവൺമെന്റ് LP സ്കൂൾ പുത്തൻപീടികയിൽ പ്രവേശനോത്സവവും കോൺവക്കേഷൻ ചടങ്ങും സംഘടിപ്പിച്ചു.
അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡ് മെമ്പർ ബിജു അണ്ടയെഴുത്ത് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക രമ ഗോപിനാഥ്, 8ാം വാർഡ് മെമ്പർ CL ജോബി, PTA പ്രസിഡന്റ് പ്രസീൽ വിജയ്, പ്രജിത പ്രശാന്ത്, ദിവ്യാനന്ദൻ ചാലിയത്ത്, മുൻ പ്രധാന അധ്യാപകൻ ഔസേബ് മാസ്റ്റർ, മുൻ പ്രധാന അധ്യാപിക സൗഭാഗ്യവതി ടീച്ചർ, മൾട്ടി വെൽത്ത് ക്യാപിറ്റൽ ഏരിയ മാനേജർ ദീപക് എന്നിവർ സംസാരിച്ചു. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് LKG വിദ്യാർത്ഥികൾക്ക് മൾട്ടി വെൽത്ത് ക്യാപിറ്റലിന്റെ നേതൃത്വത്തിലും 1ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ജോസ് ആലുക്കാസിന്റെ നേതൃത്വത്തിലും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. LKG UKG പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്കായി കോൺവൊക്കേഷൻ ചടങ്ങ് സംഘടിപ്പിച്ചു. അബാക്കസ് നാഷണൽ ലെവൽ വിജയികൾക്കുള്ള സമ്മാനദാനം മുൻ പ്രധാന അധ്യാപിക സൗഭാഗ്യവതി ടീച്ചർ നിർവഹിച്ചു. മറ്റു കുട്ടികൾക്ക് അതൊരു മാതൃകയാക്കി മാറ്റേണ്ടതുണ്ട്. രക്ഷിതാക്കൾ കൂടിയിരിക്കുമ്പോൾ രക്ഷിതാക്കൾക്ക് മനസ്സിലാവും നമ്മുടെ കുട്ടികളും ഇതേപോലെ എഴുതിയിരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം രക്ഷിതാക്കളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അടുത്ത വർഷം ഈ ഹാളിലിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് കിട്ടണം എന്ന് ആശംസിക്കുകയാണ്. അന്തിക്കാട് KGM സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണപ്പൊലിമയോടെ സംഘടിപ്പിച്ചു. ബിഗ് ബോസ് മലയാളം സീസൺ 7 റണ്ണറപ്പ് അനീഷ് തറയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ലിയോ P. ജോർജ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് അധ്യാപകരായ സ്മിത VS, റീജ തോമസ്, ഷൈനി ലോറൻസ് എന്നിവർ വിശിഷ്ട സാന്നിധ്യമായിരുന്നു. പ്രധാനാധ്യാപകൻ ജോഷി D. കൊള്ളന്നൂർ, പ്രോഗ്രാം കോർഡിനേറ്റർ റോഷ്നി ടീച്ചർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഡിയോൺ, അജീഷ, അൻവർ, ദേവി അനൂപ്, സൗമ്യ TM, MPTA അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഉഗ്രമുജ്വലം ഫെയിം ബാബുലാൽ അവതരിപ്പിച്ച മാജിക് ഷോ കുട്ടികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. ന്യൂ ട്രിച്ചൂറിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ട കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണവും നടത്തി. LSS പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വർണ്ണ പൂമ്പാറ്റകളാലും മനോഹരമായ പൂക്കളാലും അലങ്കരിച്ച സ്കൂൾ മുറ്റം കുട്ടികൾക്ക് കൗതുകവും സന്തോഷവും പകരുന്ന കാഴ്ചയായി മാറി. സ്കൂൾ ഭിത്തിയിൽ ഒരുക്കിയ വർണ്ണാഭമായ സൈക്കിളുകൾ പ്രവേശനോത്സവത്തിന്റെ പ്രധാന ആകർഷണമായി. ഒരു സ്കൂളില് പാസ് ചെയ്തു പോകുന്ന എല്ലാവരും തന്നെ ഒന്ന് ഈ സ്കൂളിലേക്ക് നോക്കും. എന്തോ ഒരു അട്രാക്ഷൻ പോയിന്റ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണുടക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു മാസ്മരിക വിദ്യ ഈ സ്കൂളിലുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിലേക്ക് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എനിക്കുണ്ട്. പെരിങ്ങോട്ടുകര സെറാഫിക് CGHS പ്രവേശനോത്സവ പരിപാടികൾ സ്കൂൾ വികസന സമിതി ചെയർമാൻ MB സജീവ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ മാനേജർ സിസ്റ്റർ ഷെർലി തട്ടിൽ അധ്യക്ഷത വഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് TB ബൈജു അക്ഷരവെളിച്ചം പകർന്നു നൽകി. ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ MK ശിവരാമൻ, ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ടെസിൻ ജോസഫ്, PTA വൈസ് പ്രസിഡന്റ് നിസാർ കുമ്മങ്കണ്ടത്ത് എന്നിവർ സംസാരിച്ചു. ഗൈഡിങ് ഇതൊക്കെ അത് നിർബന്ധമായും നമ്മളുടെ മക്കളുടെ കോൺഫിഡൻസ് അത് തീർച്ചയായും പറഞ്ഞാൽ നിങ്ങളെ ഏതെങ്കിലും ഒന്നിൽ ചേരണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അത് എന്താ വെച്ചാൽ അവർ ഒരു കണ്ടില്ലേ നമ്മുടെ മക്കള് വലിയ മക്കളൊക്കെ ഡ്രസ് ചെയ്യുന്നതിൻ്റെ അപ്പോൾ അവർക്ക് അതൊരു ഭയങ്കര കോൺഫിഡൻസ് ആയി അവർ എന്തിനും അവർ തയ്യാറാണ്. അല്ലെങ്കിൽ ഈ ഗൈഡിങ്ങിലൊക്കെ രാജ്യ പുരസ്കാരവും രാഷ്ട്രപതിയൊക്കെ കിട്ടിയാൽ 60 മാർക്ക്. എത്രയാണെന്ന് അറിയില്ല, എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ 60 മാർക്ക് കിട്ടിയത്. രാഷ്ട്രപതി പരീക്ഷയും രാജ്യ പുരസ്കാര പരീക്ഷയും പാസ്സായ മാർക്ക്. പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ മന്നം വിതറിയൊരവധിക്കാലം മായുന്നു. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2026 പ്രവേശനോത്സവം വാർഡ് മെമ്പർ KS ധനീഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷിർഷാദ് അലി
അരയങ്കര അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ NK സുരേഷ് കുമാർ, പ്രധാനാധ്യാപിക CB നിഷ, മദർ PTA പ്രസിഡന്റ് ഷീന സന്തോഷ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി TR ശശികല എന്നിവർ പ്രവേശനോത്സവത്തിന് നേതൃത്വം നൽകി. ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായി വടനപ്പള്ളി പോലീസ് അഡീഷണൽ സബ് ഇൻസ്പെക്ടർ OJ രാജി സംസാരിച്ചു. എക്സൈസ് സിവിൽ ഓഫീസർ ഷീന ലഹരിവിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകി. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീഷ് IK, വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുജിത്ത് MS തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി. നവാഗതരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ PTA ആദരിച്ചു. നവഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 200-ൽ പരം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും തിരഞ്ഞെടുക്കപ്പെട്ട 25 വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തെ പഠന സഹായ വിതരണവും അന്തിക്കാട് കല്ലടവഴി ഡയമണ്ട് സിറ്റി പരിസരത്ത് വെച്ച് നടത്തി. കവിയും ഗാനരചയിതാവും 2020-ൽ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ജേതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അതിന് കാരണം നവഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഏതാണ്ട് 20 വർഷത്തിന് മുൻപ് തന്നെ നമ്മുടെ കുഞ്ഞു മക്കളുടെ പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട പഠനോപകരണങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ്. നമുക്കിന്ന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു കാര്യം, നന്മയുള്ള ഒരു കാര്യം നമ്മുടെ കേരളത്തിന് ലഭിച്ചത് എല്ലാ മേഖലയിലും കേരളത്തിന് 1ാം സ്ഥാനമാണെന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനം തന്നെ വിദ്യാഭ്യാസമാണ്, അല്ലേ? പൂർവികരായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് അത്. നമ്മുടെ നവോത്ഥാന നായകർ മുഴുവൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മുടെ മക്കള് നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കണം, അറിവുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. പ്രസിഡന്റ് സന്തോഷ് വാര്യർ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, വാർഡ് മെമ്പർ സിമി ജോജു എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി റിനീഷ് മൂഴിക്കുളത്ത്, ട്രഷറർ സജയ് മാണിക്കത്ത്, വനിതാ ഭാരവാഹികളായ ധന്യ, രേഷ്മ, നിത്യ, പ്രഷിത എന്നിവർ നേതൃത്വം നൽകി. മെന്റലിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ മനീഷ് നാരായണൻ, മെന്റലിസ്റ്റും ഹിപ്നോട്ടിസ്റ്റുമായ അരുൺജിത്ത് എന്നിവർ മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. 3 ആൾക്ക് മുല്ലപ്പൂ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണല്ലോ അവര് ചിന്തിക്കാഞ്ഞ. അത് കറക്റ്റ് അല്ലേ? അവർക്ക് മുല്ലപ്പൂ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അവര് ചിന്തിക്കാതിരുന്നത്. ജസ്റ്റ് കൈയൊന്ന് നിർത്തി പിടിച്ച, അല്ലെങ്കിൽ അതിൽ നിന്നൊരു പൂ എടുക്കാൻ പറ്റുമോ? ഞാൻ പറയണത് മുല്ലപ്പൂവാണെന്ന്. കൈ നിർത്തി പിടിച്ചാണ്. ഇത് മുല്ലപ്പൂവാ, ഇത് മുല്ലപ്പൂവാണ്. എന്ത് കഷ്ട. സ്മെല്ലുണ്ടാ? ജസ്റ്റ് കൈ നിർത്തി പിടിച്ച. ഇത് മുല്ലപ്പൂവാണെന്ന് വിചാരിക്കുക. കൈ നിർത്തി പിടിച്ചു. ഞാൻ അത് കയ്യിലോട്ട് തരാണ്, തന്നു എന്ന് വിചാരിക്കുക. ജസ്റ്റ് കൈയൊന്ന് നന്നായി റബ്ബ് ചെയ്തോ. എന്നിട്ട് ഈ പൂവിലേക്ക് ഒന്ന് മണത്ത് നോക്കിയിട്ട് പറയും. എന്നിട്ട് പറയും എന്താണ് സ്മെല്ല് ഫീൽ ചെയ്യണം നോക്ക്. യെസ്. എന്നിട്ട് ഓഡിയൻസിനോട് പറയും. തൃപ്പയാർ ലെമർ പബ്ലിക് സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തെ ആദ്യ ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വലപ്പാട് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസറുമായ സെയ്ഫുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ EA ഹാരിസ്, മാനേജർ മുഹമ്മദ് അലി IT, ചടങ്ങിൽ പ്രിൻസിപ്പാൾ ഗെയ്നി മൈക്കിൾ, വൈസ് പ്രിൻസിപ്പാൾ സുവിത CS എന്നിവർ സംസാരിച്ചു. സാമൂഹിക മാധ്യമങ്ങളുടെ ചതിക്കുഴികളെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി പോലീസ് സുരക്ഷാ പ്രതിജ്ഞ നേഹ കിഷോർ ചൊല്ലിക്കൊടുത്തു. ഞാൻ വളരെ ദുർബലമായ ഒരു മരക്കമ്പലല്ലേ, എന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയാന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടാക്കിയ ആൾ പറഞ്ഞു, ഈ ശേഷി എന്ന് പറയുന്നത് പെൻസിലിനല്ല, പെൻസിൽ ഉപയോഗിക്കുന്ന ആൾക്കാണ്. ആർക്കാണ്? പെൻസിൽ ഉപയോഗിക്കുന്ന ആൾക്കാണ് അതിന് ശേഷി. പെൻസിൽ ഉപയോഗിക്കുന്ന ആളുടെ ബുദ്ധി, കഴിവ്, കരുണ, കഴിവ്, അവരെല്ലാ സവിശേഷതകളും ഇതിന്റെ അകത്തുള്ള ഏറ്റവും ദുർബലമായ ഗ്രാഫിൽ പൊളിഞ്ഞു പോകുന്ന ഒരു നമ്മുടെ എഴുത്തിൽ വരും. ആ എഴുത്താണ് മറ്റുള്ളവർ കാണുക. ആ എഴുത്തിൽ ചിലപ്പോൾ ശാസനയുണ്ടാകാം, അറിവുണ്ടാകാം, സ്നേഹമുണ്ടാകാം, അരിവുണ്ടാകാം. അപ്പോ ഒരു പെൻസിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പെൻസിലിന്റെ ബലത്തെ ആശ്രയിച്ചല്ല, ആ ഉപയോഗിക്കുന്ന നിങ്ങളെ ആശ്രയിച്ചാണ് ആ പെൻസിലിന്റെ മൂല്യം എന്ന് പറയുന്നത്.
നാട്ടിക വെസ്റ്റ് KM UP സ്കൂൾ പ്രവേശനോത്സവം ആഘോഷിച്ചു. കേന്ദ്രമന്ത്രിയും സിനിമാ താരവുമായ സുരേഷ് ഗോപി MP-യുടെ അപ്രതീക്ഷിത സന്ദർശനം പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി. വാർഡ് മെമ്പർ സജിനി മുരളി ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഡോക്ടർ ചീതു ഷെറിൻ അധ്യക്ഷത വഹിച്ചു. സോപാന സംഗീതം കലാകാരി ആശ സുരേഷ് മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക CJ ജെന്നി, സ്കൂൾ മാനേജർ EK തോമസ് മാസ്റ്റർ, MPTA പ്രസിഡന്റ് ഷൈബ ജിജു, OSA പ്രസിഡന്റ് NK വിജയകുമാർ, SRG കൺവീനർ EJ ജിഷി ടീച്ചർ, സ്റ്റാഫ് പ്രതിനിധി PR പ്രിയ ടീച്ചർ എന്നിവർ സംസാരിച്ചു. 2 വർഷമായി 2 മാസമായി ഇവിടെ തുടങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ KIUP ഇങ്ങനെ ബഹളങ്ങൾക്കൊന്നും കൂടി നമ്മുടെ കൊച്ചുമക്കളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒരു ഉദ്ഘാടക എന്ന് പറയുമ്പോൾ ഞാൻ ഈ സ്കൂളിൽ ഒരാളാണ്. ഒരു ഉദ്ഘാടക എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ കുറച്ച് നേരം സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യം. കാരണം ഈ സ്കൂളിൻ്റെ ഓരോ കലയിലും ഞാൻ ഓടി നടക്കുന്ന ഞാനിവിടെ ഉദ്ഘാടക എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. എന്നിരുന്നാലും നമ്മളുടെ ഇന്നത്തെ ദിവസം നമ്മുടെ മക്കൾക്ക് വളരെ വർണ്ണാഭമാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞുകൊണ്ട് അവർ സ്കൂളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന സ്കൂളിൽ എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രക്ഷിതാക്കളുടെ ആശങ്കകളും പ്രതീക്ഷകളും അവരെ എത്രത്തോളം കൊച്ചുമക്കളെ വിടുമ്പോഴുണ്ടാകുന്ന അതുപോലെ തന്നെയല്ലേ ഇപ്പൊ ഇവിടെ വന്നത്. സ്കൂൾ ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടില്ലേ? ടീച്ചർമാരെ ഇഷ്ടമായോ? എല്ലാവരും ഇഷ്ടമായില്ലേ? അപ്പൊ ഇന്ന് തൊട്ട് തുടങ്ങുകയാണ്, അഞ്ചം തുടങ്ങുകയാണ്. പുതിയതായിട്ട് വരുന്നവരുടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയുള്ള കാലഘട്ടത്തിലൂടെയാണ് ഇപ്പൊ പോകാൻ പോണേ. കുറച്ച് നേരെ സംസാരിക്കുള്ളൂ കേട്ടോ. ഞാൻ പാട്ട് പാടാനാണ് വന്നത്. ഇതിനാ വന്നത്? പാട്ട് പാടാനാണ് വന്നത്. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലതലം ഉദ്ഘാടനം പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പത്രത്തിന്റെ പ്രകാശനവും MLA നിർവഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഷിഹാബ്, പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ മുരളി, സുജിത സലീഷ്, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA കരീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സന്തോഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപിനാഥ് തെക്കൂട്ട്, വാർഡ് മെമ്പർ ഷംല ഷെഫീഖ്, വലപ്പാട് AEO KV അമ്പിളി, പ്രധാനാധ്യാപിക EK ഖദീജാബി, മതിലകം BPC TM റസിയ, PTA പ്രസിഡന്റ് ER ജോഷി, SMC ചെയർമാൻ സമീർ പാറയിൽ, മാതൃസംഗമം പ്രസിഡന്റ് MB ഭവ്യ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ന് മുതൽ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. നമ്മുടെ ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇടമായി നമ്മുടെ കലാലയങ്ങൾ മാറും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാ രീതിയിലും ഭയരഹിതമായി വളരെ സൗഹൃദപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ വിദ്യ അഭ്യസിക്കാനുള്ള സൗകര്യം നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ അവരുടെ കളിയും കലാപരമായ വാസനകളും പഠനേതര പ്രവർത്തനങ്ങൾക്ക് കൂടി എല്ലാ അർത്ഥത്തിലും സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടുള്ള മികവുറ്റ വിദ്യാഭ്യാസം ലഭ്യമാകേണ്ട സാഹചര്യം നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള തൃപ്യാർ മേഖലാ അവധിക്കാല സമ്മേളനവും SSLC +2 വിജയികൾക്ക് അനുമോദനവും ചികിത്സ ധനസഹായവും ID കാർഡ് വിതരണവും നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു. ജില്ലാ പ്രസിഡന്റ് PC ഹൈദ്രോസ് ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് KH മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സുഖിൽദാസ് TR മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വിഷ്ണു, സംഗീത എന്നിവർക്ക് +2 പരീക്ഷയിലെ ഉന്നത വിജയം നേടിയതിന് മേഖലയുടെ പുരസ്കാരങ്ങൾ നൽകി. അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വിജിൽ, ജോസ് എന്നിവർക്ക് ചികിത്സാ ധനസഹായങ്ങളും അംഗങ്ങൾക്ക് ID കാർഡ് വിതരണവും സമ്മേളനത്തിൽ വെച്ച് നേതാക്കൾ നിർവഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സാബു CL, സംസ്ഥാന കൗൺസിലർ ആഷിഖ് കുന്നംകുളം, മേഖലാ സെക്രട്ടറി KT ചന്ദ്രൻ, മേഖലാ ട്രഷറർ സാജു കാഞ്ഞാണി എന്നിവർ സംസാരിച്ചു. ആ മേഖല പല കാര്യങ്ങളും സംഘടനാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ അടുത്ത ദിവസം കഴിഞ്ഞ 26-ാം തീയതി ഞാനും ജില്ലാ സെക്രട്ടറിയും കൂടി കൊടുങ്ങല്ലൂരിൽ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ചാലക്കുടി മേഖലയിലെ
ഒരു മേഖലാ പ്രസിഡന്റ് അദ്ദേഹം മലപ്പുറത്ത് നിന്ന് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനം ഇവിടെ ഒരു വാഹനമായി കൂട്ടിയിരിക്കുകയും അല്പം കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഉടൻ തന്നെ നമ്മുടെ ജില്ലാ സെക്രട്ടറി, മേഖലാ പ്രസിഡന്റ്. അന്തിക്കാട് ബ്ലോക്ക് തല പ്രവേശനോത്സവം പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ഗീത ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് അധ്യക്ഷനായി. +2 പരീക്ഷയിൽ 1200 മാർക്കും വാങ്ങിയ ആര്യ KR, CM കിഡ് UP സ്കോളർഷിപ്പ് ലഭിച്ച ദേവനന്ദ നിഷാന്ത്, CM കിഡ്സ് LP സ്കോളർഷിപ്പ് ലഭിച്ച അക്ഷജ് VS എന്നിവരെ ആദരിച്ചു. നവാഗതരായ വിദ്യാർത്ഥികളെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പഠനോപകരണങ്ങൾ നൽകി സ്വീകരിച്ചു. ഹൈസ്കൂൾ വിഭാഗം പ്രധാനാധ്യാപിക CR ഗീത, LP വിഭാഗം പ്രധാനാധ്യാപിക CV റീന എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വിദ്യാവൈഭവ് 2026 നടത്തി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും വാർഡിലെ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. വാർഡ് മെമ്പർ ജിതിൻ റാം ഉദ്ഘാടനം നിർവഹിച്ചു. ദിനേശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷിജോ വിദ്യാർത്ഥികളെ ആദരിച്ചു. വാർഡ് വികസന സമിതി കൺവീനർ ശിവജി മഹാത്മാ, BJP വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ധനേഷ്, സെക്രട്ടറി സോമദത്തൻ എന്നിവർ സംസാരിച്ചു. വാർഡ് വികസന സമിതി അംഗങ്ങളായ ഷിസ്മ പ്രശാന്ത്, ശരത് PV, ജിഷ്ണു വാഴപ്പള്ളി, സുബിൻ K സൂര്യൻ, സജി കാഞ്ഞിരപ്പറമ്പിൽ, നിതിൻ VS എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുളിയംതുരുത്ത് യുവശക്തി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വായനശാലയുടെ 47ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA സജിത ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് രക്ഷാധികാരി CV പ്രകാശൻ അധ്യക്ഷനായി. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 40 വർഷത്തെ സേവനത്തിന് ശേഷം പുളിയംതുരുത്ത് അംഗൻവാടിയിൽ നിന്ന് വിരമിച്ച VV ഗിരിജ, കളരിപ്പയറ്റിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഷെമീർ ഗുരുക്കൾ, ക്ലബിന്റെ സ്ഥാപക ട്രഷറർ PN കുട്ടൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS ഭാസ്കരൻ, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നീന സുഭാഷ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോളി ബാബു, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റജീന രാജു, ക്ലബ്ബ് സെക്രട്ടറി CB ഷിബു, പ്രസിഡന്റ് EM അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, വീരനാട്യം എന്നിവ അരങ്ങേറി. നമുക്ക് ഈ ആളുകളെയൊക്കെ കൂട്ടായ്മയോടുകൂടി സംഘടിപ്പിച്ച് കനോലി കനാലിന്റെ തീരത്ത് ഒരു കുഞ്ഞി മുറിയാണെങ്കിലും ഒരു ക്ലബ്ബ് അവിടെ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഒരുപാട് ജനങ്ങളുടെ 1.25 ലക്ഷം രൂപ തന്നവരുണ്ട്, 100 രൂപ തന്നവരുണ്ടാവാം, 1000 രൂപ തന്നവരുണ്ടാവാം. അവനവനാൽ കഴിയുന്ന പണം നൽകിക്കൊണ്ടാണ് നമ്മുടെ ക്ലബ്ബ് രൂപീകരിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് വള്ളംകളി തന്നെയാണ് അല്ലേ. ആ വള്ളംകളി ആ ക്ലബിന്റെ ഉള്ളിലേക്ക് കയറിയാൽ അറിയാം പങ്കായവും ഇവിടെ ചേട്ടന്മാരുടെ കരുത്തുറ്റ കൈകൾ അവിടെ. അപ്പൊ ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്, ഇവരൊക്കെ ഇത്തരത്തിലുള്ള പങ്കായം തുഴഞ്ഞുകൊണ്ട് അവരുടെ ശക്തി കാണിച്ച് നമ്മൾ പല മേഖലകളിലും ഈ പറയുന്ന വള്ളംകളിയിൽ ഏറ്റവും മികച്ച വിജയം നേടി വന്ന ആളുകൾ ഇവരുടെ കരുത്തുറ്റ കൈകളാലാണ് ഇന്നും ഈ ക്ലബ് ഏറ്റവും മികച്ച ക്ലബായിട്ട് നിലനിൽക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ ക്ലബ്ബ് വള്ളംകളിക്ക് മാത്രമായിട്ട് നടക്കട്ടെ എന്ന് വിചാരിക്കാം. അതാണോ സത്യത്തിലൂടെ നടക്കുന്നത്? വാടനപ്പള്ളി മദാർ ഇംഗ്ലീഷ് സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവം വർണ്ണാഭമായി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് പ്രിൻസിപ്പൽ KA സെയ്ദ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ തലമുറ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ അഡിക്ഷൻ, ലഹരി വ്യാപനം, ഏകാഗ്രത കുറവ് എന്നീ വിഷയങ്ങളെ സംബന്ധിച്ച് കുട്ടികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽ ഉദ്ഘാടന പ്രസംഗത്തിൽ ബോധ്യപ്പെടുത്തി. PTA പ്രസിഡന്റ് AT റഫീഖ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ രാധ ടീച്ചർ, അറബിക് HOD മുസ്തഫ സഖാഫി, സുഹറാബി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഉന്നതങ്ങളിലെത്തിയാലും
എത്ര മാർക്ക് വാങ്ങിയാലും ആരായി തീർന്നാലും നമ്മുടെ സ്വഭാവം, ക്യാരക്ടർ അല്ലെങ്കിൽ പെരുമാറ്റം, ബിഹേവിയേഴ്സ് എന്ന് പറഞ്ഞാൽ പെരുമാറ്റം, എങ്ങനെയാണ് മറ്റൊരാളോട് പെരുമാറേണ്ടത്, നമ്മുടെ ഫ്രണ്ട്സിനോട്, പാരൻസിനോട്, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, നമ്മുടെ സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. പക്ഷേ അങ്ങനെ ബിഹേവ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. നിങ്ങൾക്ക് ഒരു വിഷയത്തിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള ആ വൈകാരികമായ പക്വത ഉണ്ടാകണം. ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് ദേഷ്യം വരികയും ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, വിവാഹ സദ്യയിൽ പോലും പപ്പടത്തിൻ്റെ പേരിൽ പോലും അടികൂടുന്ന കാലഘട്ടമാണ്. അന്തിക്കാട് പഞ്ചായത്ത് തല പ്രവേശനോത്സവം അന്തിക്കാട് ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ വെച്ച് നടന്നു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ അധ്യക്ഷയായി. സ്കൂൾ പ്രധാന അധ്യാപിക സീന CV, സ്കൂൾ PTA പ്രസിഡന്റും വാർഡ് മെമ്പറുമായ രാജീവ് സുകുമാരൻ, വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പൊലിയെടുത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈന ടീച്ചർ, AV ശ്രീവത്സൻ, ശാലിനി സന്ദീപ്, CL ജോബി, KB സ്വാഗത്, സിമി ജോജു, രാധാചന്ദ്രൻ, മിജി ലോനപ്പൻ, റഹ്മത്ത് ഷമീർ, KV രാജേഷ്, ജൂലി ജോസഫ് എന്നിവർ സംസാരിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാട്ടിക പഞ്ചായത്തിന് അനുവദിച്ച കൾച്ചറൽ സെന്ററിന്റെ ശിലാസ്ഥാപനം നാട്ടിക പഞ്ചായത്ത് 2ാം വാർഡിൽ സുരേഷ് ഗോപി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിലഗിരി മുഖ്യാതിഥിയായിരുന്നു. നാട്ടിക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ഷൗക്കത്ത് അലി, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷോല മഹേഷ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ PM സിദ്ദീഖ്, സീന ഉണ്ണികൃഷ്ണൻ, സുബില പ്രസാദ്, വാർഡ് മെമ്പർമാരായ സജിനി ഉണ്ണിയാരമ്പുരയ്ക്കൽ, സനി രാജു, PC മണികണ്ഠൻ, നിഷ ഉണ്ണികൃഷ്ണൻ, അംബിക ടീച്ചർ, സിന്ധു സിദ്ധപ്രസാദ്, KK സന്തോഷ്, പഞ്ചായത്ത് സെക്രട്ടറി ഹേമചന്ദ്രൻ J, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രീത, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി രജികുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാർ, മെഡിക്കൽ ഓഫീസർ കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു. തെരഞ്ഞെടുക്കപ്പെട്ട 5 വർഷത്തേക്ക് ഒരു ദിവസം പോലും നഷ്ടപ്പെടാതെ നിങ്ങളുടെ സേവനത്തിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. അത്യാവശ്യകതയെ മാനിച്ച് തന്നെയാണ് ആദ്യത്തെ അത്യാവശ്യകതയാകുന്നത്. ഇവിടെ എൻ്റെ കൂടെ നിൽക്കുന്ന ജനപ്രതിനിധികളോട് ചോദിച്ചാൽ സത്യസന്ധമാണ്. ഇന്നലെ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞ വിമർശനങ്ങളും എതിർപ്പുകളും എല്ലാം ഉണ്ടാകും. അപ്പോൾ ബഹുമാനപ്പെട്ട ഉപരാഷ്ട്രപതി എന്താണ് തിരിച്ചു പറഞ്ഞിരിക്കുന്നത്? വിമർശനങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ജനാധിപത്യമില്ല. ആശയങ്ങളോട് യോജിച്ചു പോയാൽ അവിടെയും ജനാധിപത്യമില്ല. ആശയങ്ങൾ വിമർശിക്കപ്പെടേണ്ടതാണെങ്കിൽ, എതിർക്കപ്പെടേണ്ടതാണെങ്കിൽ എതിർക്കണം. ആശയങ്ങളുടെ സത്യസന്ധതയും അതിൻ്റെ മതിപ്പുമാണ് ആശയങ്ങൾക്ക് തുടർച്ചയും നൈരന്തര്യവും എല്ലാം നൽകുന്നു. പിന്നെ വിമർശനത്തിൽ സത്യം മാത്രമേ ഉണ്ടാകാവൂ. മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്ക് മഹോത്സവ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും പുസ്തക വിതരണവും സംഘടിപ്പിച്ചു. ദേശവിളക്ക് പ്രസിഡന്റ് സുധീർ പൊറ്റേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CS അജീഷ് അധ്യക്ഷത വഹിച്ചു. SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. 1 മുതൽ 10 വരെയുള്ള 300ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സെക്രട്ടറി MT താജൻ, ട്രഷറർ TG രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. SSLC, +2 വിദ്യാർത്ഥികളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് വിദ്യാർത്ഥികൾക്കും
ഈ സൽക്കർമ്മം ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അതിങ്ങനെ തുടർന്നു പോകുന്നതും ഈ ശാസ്താവിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് തന്നെയാണ്. എന്നുവെച്ചാൽ ഇതിനൊരു വലിയൊരു ഫണ്ട് നമുക്ക് ചിലവാണ്. അപ്പോൾ ആ ഫണ്ടിന് വേണ്ടി ഇന്ന വരെ നമ്മൾ ചെന്ന് ചോദിക്കുന്നവർ കൈ നിറച്ച് നമ്മളെ തന്ന് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇനിയും തുടർന്നു പോകും. തുടർന്നു പോകണമെങ്കിൽ SLC +2 നല്ല ഉന്നത വിജയത്തോടു കൂടി നമ്മുടെ മക്കൾ പാസ്സാവണം. മണലൂർ ഗ്രാമപഞ്ചായത്ത് 21 വാർഡിലെ 1 മുതൽ 10 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും +2 പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം സജല ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KV വിനോദൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK കൃഷ്ണൻ, VN സുർജിത്ത്, ശശിധരൻ പൊറ്റേക്കാട്ട്, കസ്തൂർബായ് ദേവൻ, ശശി വിയ്യത്ത്, സംഘാടക സമിതി ചെയർമാൻ MV ഷാജി, കൺവീനർ PB ഹരിദാസ് എന്നിവർ സംസാരിച്ചു. ഒരു മാതൃകയാവുകയാണ് ഈ 21 വാർഡ്. വിനോദട്ടനടക്കമുള്ള ഇവിടുത്തെ വാർഡ് വികസന സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് നല്ല രീതിയിൽ പഠിച്ച് മിടുക്കരായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൊണ്ട് നല്ല മക്കളായി വളരണമെന്നാണ് അവർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം. ഇന്നത്തെ തലമുറ വളരെയധികം മയക്കുമരുന്നുകൾക്കും അടിമപ്പെട്ടു പോകുന്ന കാലമാണ്. മക്കളാരും ചീത്തപ്പെട്ടുകെട്ടിൽ പെടാതെ ഇന്ന് ഓരോ വിദ്യാലയങ്ങളിലും, നാളെ നമ്മുടെ സ്കൂളുകളുടെ പ്രവേശനോത്സവമാണ്, ഓരോ വിദ്യാലയങ്ങളിലും കൗൺസിലർമാരും അധ്യാപകരും നല്ല അധ്യാപകരുമുള്ള ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളോട് പറയാൻ പറ്റാത്ത എന്ത് പ്രശ്നങ്ങളും സ്കൂളിലായി പറഞ്ഞുകൊണ്ട് എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ്. മണലൂർ 14 വാർഡിൽ പഠനോപകരണങ്ങളുടെ വിതരണവും ഉന്നത വിജയം നേടിയവരെ ആദരിക്കലും നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സിന്ധു ശിവദാസ് അധ്യക്ഷയായി. ജനപ്രതിനിധികളായ PK കൃഷ്ണൻ, KV വിനോദൻ, വിനീത് പാറേമേൽ, കാരമുക്ക് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് PB ജോഷി, CPI കാരമുക്ക് ലോക്കൽ സെക്രട്ടറി ധനമോൻ മടത്തിപ്പറമ്പിൽ, മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PB ഹരിദാസൻ, ധർമ്മൻ, വാർഡ് കൺവീനർ വിനോദൻ വന്നേരി, കാരമുക്ക് സഹകരണ ബാങ്ക് ഡയറക്ടർ ഷിജി അമൃത് സെൻ എന്നിവർ സംസാരിച്ചു. വടനപ്പള്ളി കൂട്ടായ്മ കലാ സാംസ്കാരിക വേദിയുടെ ധനശേഖരണാർത്ഥം ഒരുക്കിയ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടത്തി. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് സെക്രട്ടറി റോഷൻ, പ്രസിഡന്റ് ബീന ജോയ്, ട്രഷറർ ദിനേശ് രാധാകൃഷ്ണൻ, ലബ്ബ ഷൗക്കത്ത് അലി, രേണുക ബാബു, PR സുധീഷ്, ശശികുമാർ P ചിലി, രക്ഷാധികാരികളായ മുഹമ്മദ് നാലകത്ത്, ശശി കൊടുവത്തുപറമ്പിൽ, P വരദൻ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ ഇവിടെ കൂട്ടായ്മയുടെ പ്രവർത്തകരും എത്തിച്ചേർന്നത്, അതോടൊപ്പം തന്നെ നാട്ടിലെ ജനങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സുന്ദരമായ നിമിഷത്തിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഊഷ്മളമായ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നമ്മുടെ ഈ പ്രക്രിയ വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ 14 വാർഡിലെ വാട്ടർ കിയോസ്ക് നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. വാട്ടർ കിയോസ്ക് സ്ഥാപിക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകിയ ഇസ്ര സ്ഥാപകൻ ചേർക്കര പടുവിങ്ങൽ സയ്യദ് ഹുസൈൻ തങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർ ഷാജു പണിക്ക് വീട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB സുനിൽകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റെജീന രാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീന സുബ്രഹ്മണ്യൻ, ശ്രുതി അജിത്ത്, ഷാലി സുധീർ, പഞ്ചായത്ത് സെക്രട്ടറി IP പീതാംബരൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും 4.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കിയോസ്ക് സ്ഥാപിച്ചത്. നമ്മൾ സമയബന്ധിതമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ വടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പോൾ നമ്മുടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഏകദേശം 4.5 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഹുസൈൻ തങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ നമുക്കത് ഇതിൽ പ്രത്യേകിച്ച് അതിശയോക്തിയൊന്നുമില്ല. അങ്ങനെ ഏത് കാര്യത്തിന് നമ്മൾ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞാലും അതിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് ഇടപെടുന്ന ഒരാളാണ് ഹുസൈൻ തങ്ങൾ. നമ്മുടെ വാർഡിൻ്റെ പ്രത്യേകിച്ച് എൻ്റെ വാർഡിലത്തെ അംഗം കൂടിയാണ് അദ്ദേഹം. നമ്മൾ വാർഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തരികയും കൃത്യമായിട്ടുള്ള നേരങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട്, നമുക്ക് ഇസ്ര എന്ന സ്ഥാപനം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് സ്ഥലം വിട്ടുകിട്ടുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ
താന്യം പഞ്ചായത്ത് 18-ാം വാർഡ് ശ്രീകൃഷ്ണ അംഗനവാടിയിൽ വാട്ടർ പ്യൂരിഫയറും നൽകി സുരേഷ് ഗോപി. താന്യം പഞ്ചായത്ത് 18-ാം വാർഡ് മെമ്പർ ശ്രീകേഷ് എസ് ചന്ദ്രന്റെ നേതൃത്വത്തിൽ വാർഡിൽ ഉൾപ്പെടുന്ന ശ്രീകൃഷ്ണ അംഗനവാടിയിലേക്ക് വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു നൽകുന്ന ചടങ്ങ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, പഞ്ചായത്ത് സെക്രട്ടറി സുനിത എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ഇറ്റലിയിലെ അംബാസിഡർ സമ്മാനിച്ച മിഠായി കുട്ടികൾക്കും അമ്മമാർക്കും നൽകി കുഞ്ഞുമക്കളെ മടിയിലിരുത്തി ഫോട്ടോയും എടുത്താണ് സുരേഷ് ഗോപി മടങ്ങിയത്. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പ വിശ്വംഭരന്റെ ഭർത്താവ് പുന്നപ്പള്ളി വിശ്വംഭരൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. റിജി, രമ്യ എന്നിവർ മക്കളാണ്. മരുമക്കൾ സുരേഷ്, വിനീഷ്. സംസ്കാര കർമ്മം തിങ്കളാഴ്ച വൈകിട്ട് 3:30 ആനക്കാട് ശ്മശാനത്തിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലിനജലം ഒഴുക്കിയതിനെ തുടർന്ന് വൻതോതിൽ പുഴ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയ സംഭവത്തിൽ പരിശോധന നടത്താൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. ഹാഷിഷ് ഓയിലുമായി വധശ്രമ കേസിലെ പ്രതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കുഞ്ഞു ചുവടുകൾക്ക് സ്നേഹസ്വീകരണം. സ്കൂളുകളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.